ഹലോ ആർമീസ്, എന്തുകൊണ്ടാണ് വീനെ ആൻഡീസ് ഇതുപോലെ ഹേറ്റ് ചെയ്യുന്നത്? ആൻഡീസ് മാത്രമല്ല, പല ബിഗ് BTS OT7 അക്കൗണ്ടുകളും തേയുങ്ങിനെ ഡിഫെൻഡ് ചെയ്യാനോ വിയുടെ 1 ബില്യൺ പ്രോജക്ട് സപ്പോർട്ട് ചെയ്യാത്തവരോ ആണ്. അതിനിടയിൽ തന്നെ ആൻഡീസ് വിയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് റിപ്പോർട്ട് ചെയ്യാനും ശ്രമിക്കുന്നുണ്ട്. ആൻഡീസ് ആണെങ്കിൽ വീനെ മാത്രമല്ല അദ്ദേഹത്തിന്റെ ഫാമിലിനെയും ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാവുന്നതാണല്ലോ വിക്ക് എത്രമാത്രം പ്രിയപ്പെട്ടതാണ് വിയുടെ ഗ്രാൻഡ് മദർ എന്ന്. ബട്ട് ആൻഡീസ് വിയുടെ ഗ്രാൻഡ് മദറിനെ വരെ മോശമായ രീതിയിൽ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. കൂടാതെ ഡെത്ത് ത്രെറ്റ്സ് വരെ കൊടുക്കുന്നു. പലരും വിയുടെ അൺകൺഫേംഡ് ആയിട്ടുള്ള റൂമേഴ്സും തിയറീസും കേട്ട് വിയെ അൺസ്റ്റാൻഡ് ചെയ്യുന്നത് ഏറെയാണ്. ഒരു പക്ഷേ റിയൽ ആർമീസ് ഒരിക്കലും അങ്ങനെ ചെയ്യില്ലായിരിക്കും. ബട്ട് എങ്കിലും ചില ബിഗ് OT7 അക്കൗണ്ടുകളുണ്ട് വിയുടെ ആൽബംസ് ഇറങ്ങുമ്പോൾ സപ്പോർട്ട് ചെയ്യുകയോ സ്ട്രീം ചെയ്യുന്നതിനെ കുറിച്ചോ ഒന്നും തന്നെ പറയാതെ വിയെ തഴയാൻ ശ്രമിക്കും. ഹൈബും വിയെ മാക്സിമം തഴയാൻ ശ്രമിക്കാറുണ്ട്. സ്വന്തം കമ്പനി തന്നെ വിക്ക് വേണ്ടത്ര പ്രമോഷൻ കൊടുക്കാറില്ല. ഇതിനൊരു എക്സാമ്പിൾ ആണ്, നിങ്ങൾക്കറിയാമല്ലോ ഈയിടെ നടന്ന ഡിസ്ക്രിമിനേഷൻ ടുവേർഡ്സ് വി. BTS സ്റ്റോർ വെബ്സൈറ്റിൽ നിന്നും വിയുടെ ആൽബം മാത്രമാണ് മിസ്സിംഗ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാവരുടെയും സോളോ ആൽബംസ് വരെ അതിൽ ഉണ്ടായിരുന്നു. അതിനിടയിലായിരുന്നു വി തന്റെ ഇൻസ്റ്റഗ്രാമിൽ ജൂലൈ 21 കുറച്ച് പോസ്റ്റുകൾ പങ്കുവച്ചത്. വി മെക്ഡൊണാൾഡ് ഫ്രഞ്ച് ഫ്രൈസിന്റെ ഫോട്ടോയും അതിന്റെ കൂടെ ഉൾപ്പെടുത്തിയിരുന്നു. നിങ്ങൾക്ക് ഇസ്രയേലും പാലസ്തീനും തമ്മിലുള്ള പ്രശ്നം അറിയാവുന്നതാണല്ലോ. ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്യുന്ന ഫാസ്റ്റ് ഫുഡ് ലിസ്റ്റിൽ ഉള്ളതാണ് മെക്ഡൊണാൾഡ്സ്. അതുകൊണ്ട് തന്നെ ഹേറ്റേഴ്സും കുറച്ച് ആർമീസും വലിയ വിമർശനത്തിന് വിയെ വിധേയമാക്കിയിരുന്നു. കുറെ ആർമീസ് തേയുങ്ങിനെ അൺസ്റ്റാൻഡ് ചെയ്തു. അങ്ങനെ വിയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലെ ഫോളോവേഴ്സ് ഒരു രാത്രി കൊണ്ട് ഒരുപാട് കുറഞ്ഞിരുന്നു. ഹേറ്റേഴ്സ് ആണെങ്കിൽ ഇത് ആഘോഷമാക്കി ഹേറ്റ് ക്യാമ്പയിൻ തുടങ്ങി. കുറച്ച് ആർമീസ് മാത്രമാണ് അദ്ദേഹത്തിനെ അന്നേരം സപ്പോർട്ട് ചെയ്തത്. ഈ ഫോട്ടോസ് വി ശരിക്കും 2021 2022 എടുത്തതാണ്. ഈ ഇന്നസെന്റ് പോസ്റ്റ് ഒരു വലിയ തോതിൽ ഹേറ്റ് ആൻഡ് ഡെത്ത് ത്രെറ്റ്സ് വിക്ക് നൽകി. മാത്രമല്ല ആർ യു ഷ്യൂർ എന്ന Disney+ ഹോട്ട്സ്റ്റാറിൽ ഇറങ്ങുന്ന ജങ്കുക്കിന്റെയും ജിമ്മിന്റെയും ട്രാവൽ വ്ലോഗിൽ വി ഗസ്റ്റ് ആയിട്ടുണ്ടല്ലോ. അതിൽ വരെ വലിയ രീതിയിലുള്ള ഹേറ്റ് വിക്ക് ലഭിക്കുന്നു. എന്തിനാണ് വിയെ ഉൾപ്പെടുത്തുന്നത്? അങ്ങനെ കുറെ ക്രിറ്റിസിസം ആണ് ട്വിറ്ററിൽ കൂടുതലും കാണുന്നത്. ഡസ് ഹി ഡിസേർവ് ദിസ് മച്ച് ഹേറ്റ്? വി ഇപ്പോൾ മിലിറ്ററിയിലാണെങ്കിലും അദ്ദേഹത്തിന് വേണ്ടിയുള്ള ഹേറ്റ് ക്യാമ്പയിൻ ഒന്നും കുറവില്ല. ഇപ്പോൾ ഇതാ ഷുഗയുടെ ഡ്രങ്ക് അണ്ടർ ദ ഇൻഫ്ലുവൻസ് കേസ് കാരണം ഷുഗയെയും ഹേറ്റേഴ്സ് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഷുഗയെയും ഇതുപോലുള്ള ഹേറ്റ് ക്യാമ്പയിനുകളിലേക്ക് വലിച്ചിഴയ്ക്കാൻ ശ്രമിക്കുന്നു. They all deserve equality and equal respect. Bye armies.